എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു ഗുജറാത്തി ഡിഷ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഡോക്ല എല്ലാവർക്കും അറിയുമായിരിക്കും. അതിലേക്കായിട്ട് നമുക്ക് കടലമാവാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് നമ്മളൊന്ന് അരിച്ചിട്ടാണ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വൺ സൈഡായിട്ടാണ് മിക്സ് ചെയ്യണം കേട്ടോ. കറവറാന്നല്ല, വൺ സൈഡായിട്ട് വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ ഈനോ ഇതിലേക്ക് ഇട്ടു. ഈനോ ഇട്ടിട്ട് അത് പതുക്കെ ഇതുമാതിരി വൺ സൈഡായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടൊന്ന് എന്താ പറയുക, വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പാന് റെഡിയാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടറോ എന്തെങ്കിലും പരട്ടണം കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്ന ശേഷം ഇത് ആവിയിൽ ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയിൽ നമുക്കൊന്ന് ആയോ നോക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പപ്പടക്കോല് കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ കുത്തിയതിൻ്റെ അടയാളമാണ് കാണുന്നത്. 30 മിനിറ്റ് എന്തായാലും വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിവിടെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി വെച്ചു. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഇത് വേർപെടുത്തിയെടുക്കുക. വേർപെടുത്തിയിട്ട് നമ്മൾ വേറൊരു എന്തിലേക്കെങ്കിലും നമ്മൾ അതിനെ കൊട്ടുക. ഇതിനെ കൊട്ടിയ ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഇപ്പം തണുത്തിട്ടുണ്ട്. എന്ന ശേഷം നമ്മളിത് സ്ക്വയറായിട്ടോ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയറായിട്ട് ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒരു വറവ് തയ്യാറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് സോഫ്റ്റായാലേ ഈ ഒരു ഡിഷ് ടേസ്റ്റ് ഉണ്ടാവൂ. കാരണം നമ്മൾ ആ ഒരു വറവ് തയ്യാറാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് സോഫ്റ്റായിരിക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ഒരു 1.5 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇടണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 4-5 പച്ചമുളക് എടുക്കുക കേട്ടോ. നടുകെ കീറിയിട്ട് അതും ഇതിലേക്ക് കൊട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇത് നല്ല കുറച്ചൊരു പരുവം പച്ചമണം പോകുമ്പോൾ, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം പോകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് കേട്ടോ. ഉപ്പ് എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇടും, ആ മധുരം ഒന്ന് ക്രമീകരിക്കാനാണ്. പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ ഇടാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർക്കുക. അപ്പം നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ മേലെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളുടെ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.